ഇത് ചെറി ടൊമാറ്റോ എന്ന് പറയും. ചെറി എന്നു പേരിലുള്ള വേറൊരു പഴമുണ്ട്. ആ പഴത്തിൻ്റെ സൈസിൽ ആയതുകൊണ്ടായിരിക്കും ചെറി ടൊമാറ്റോ എന്നതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ ചെടി ഞാൻ കഴിഞ്ഞ വർഷം നട്ടതിൻ്റെ ഈൽഡെടുത്തതിന് ശേഷം രണ്ടാമത് പൂക്കളുണ്ടായി കായായതാണ്. ഇതൊരു പരീക്ഷണമായിട്ട് ഞാൻ നിർത്തിയിരുന്ന ഈ ചെടി. എനിക്ക് വളരെ അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നു. ഇത്രയും കായ രണ്ടാം സീസണിൽ ഇതുണ്ടായല്ലോ എന്ന് കണ്ടപ്പോഴേ. ഒരു മൂടേ ഉള്ളൂ. ഒരു മൂട്ടിൽ നിന്നുള്ള പഴങ്ങളാണ് ഈ കാണുന്നത്. ഇതും ചെറി ടൊമാറ്റോ തന്നെ. അത് ഈ കഴിഞ്ഞ ഒരു 3 മാസം മുൻപേ എൻ്റെ വിത്തിട്ട് കിളിപ്പിച്ചതാണ്. 3 മാസം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഫലം ഉണ്ടായിരിക്കുന്നത്. അത് ഞാൻ എൻ്റെ ചുറ്റിനും നട്ടിട്ടുണ്ട്. ഈ ചെറി ടൊമാറ്റോ നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ല. ഇതിൻ്റെ വിത്ത് ഞാൻ വെളിയിൽ നിന്ന് എനിക്ക് ഒരാൾ കൊണ്ടു തന്നതാണ്. കഴിഞ്ഞ വർഷം ഞാനിതിൻ്റെ കുറച്ച് ചെടികൾ മാത്രം ഉണ്ടാക്കി. കുറച്ച് ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇത്തവണ ഞാൻ കുറച്ചുകൂടെ അത് വിപുലപ്പെടുത്തിയതാണ്. ഇതിൻ്റെ ഒരു വലിയ സൈസ്. ഇത് നമ്മൾ സാധാരണ ടൊമാറ്റോ. ഇത് അതിൻ്റെ പുഷ്പങ്ങളായി തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു കായ അതിലുണ്ടായിട്ടുണ്ട്, ഒരു ഒറ്റക്കായ. ഇനിയും തുടർന്ന് ഇതിൻ്റെ കൂടുതൽ കായകൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ഞാൻ ഈ ഇനം കുറച്ച് കൂടുതൽ കൃഷി ചെയ്തിരുന്നു. ഇതിൻ്റെ വേറൊരു ഇത് ചാക്കില് വഴുതന കൃഷി ചെയ്തിരിക്കുന്നതാണ്. വഴുതനങ്ങ സാമാന്യം നല്ല വിളവ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ വിളവ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ക്യാബേജാണ്. ഇതിൻ്റെ ഇത് 2-3 മാസങ്ങൾക്ക് മുൻപെയാണ് ഇത് നട്ടത്. അതിൻ്റെ മുട്ടക്കൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ടെറസിൻ്റെ ചുറ്റും ഞാൻ ഈ തക്കാളിയോട് ചേർത്ത് തക്കാളി ഒരു ലൈന്, കാബേജ് മറ്റൊരു ലൈന് ഇങ്ങനെ ചുറ്റും നട്ടിട്ടുണ്ട്. ഈ കൂടിനകത്ത് ഈ ചെടികളുടെയൊക്കെ വിത്തുകൾ ഞാൻ പാകിയിരിക്കുകയാണ്. പല ഇനങ്ങളുടെ വിത്തുകളുണ്ട്. അതിനെ പാകി കിളിപ്പിച്ച് ഇതൊന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പറിച്ച് നടുകയാണ്. പറിച്ചല്ല, അങ്ങനെ തന്നെ ആ മണ്ണോടുകൂടി തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ചാക്കിനകത്തോട്ട്.
അതുപോലെ വളർന്നു വരുന്നതേ ഉള്ളൂ, കായ ആയിട്ടില്ല. കൂടാതെ കൈതക്കൃഷി, അത് ചാക്കിനകത്തല്ല, മണ്ണ് മാത്രമേ ഉള്ളൂ. ടെറസിൻ്റെ മുകളിൽ, കോൺക്രീറ്റിൻ്റെ മുകളിലായിട്ട് കുറേ കാകളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാം. കുറേ 2-3-4 എണ്ണം പഴുത്ത് ഞാൻ പറിച്ചിട്ടുണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പേ. ഓരോ സീസണിലും ഓരോ കൃഷികളാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ സീസണിൽ ചീര കുറേ ധാരാളമായിട്ട്, ഇപ്പോൾ കാബേജും തക്കാളി നിൽക്കുന്ന ഭാഗത്ത് മുഴുവനും ചീരയായിരുന്നു. ആ കൃഷി അതിന് ശേഷമാണ് ഈ കാബേജും തക്കാളിയും കൃഷി ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചീര ചാക്കിനകത്ത് കണ്ടിരിക്കുകയാണ്. ഈ ഒരു ചീര, പച്ചച്ചീര, അതൊരു സാമ്പിളായിട്ട് ഞാൻ നട്ടിരിക്കുകയാണ്. അപ്പോൾ ചാക്കിനകത്തും ചീര കൃഷി ചെയ്യാമെന്നുള്ളൊരു ഉദാഹരണമാണിത്. ഇത് ചാക്കിനകത്ത് വെള്ളരി കൃഷി ചെയ്തിരിക്കുകയാണ്. വെള്ളരി അത് പടർന്നു വരുന്നുണ്ട്, അതിന് പൂവിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കായ ഉണ്ടാകുന്ന പൂക്കളല്ല, അത് കുറേ ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ തന്നെ കൃഷി ചെയ്ത് കുറേ കായകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീൻസ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ബീൻസ് ഒരു ട്രയലായിട്ട് ഞാൻ നോക്കിയതാണ്. അതും 1-2 ചെടികളേ ഉള്ളൂ. ഒരു ട്രയലായിട്ട് ഞാൻ നോക്കിയതാണ് ഇത്തവണ. അതിൻ്റെ ഒരു കാണാം. കായ ഉണ്ടായി വരുന്നുണ്ട്, പൂക്കൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. ഇതൊരു മുരിങ്ങയാണ്. അതും ചാക്കിനകത്ത് വെച്ചിരിക്കുക. ഇത് ഞാൻ പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ ഇല ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഈ മുരിങ്ങയുടെ ഇല വളരെ പോഷകസമൃദ്ധമായ ഒരു പച്ചക്കറി ആണ്. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഇല പറിച്ച് കറിയോ കൂട്ടാനോ ഒക്കെ വയ്ക്കും. ഇത് ഇടയ്ക്ക് വെച്ച് മുറിച്ച് നിർത്തിയാൽ ശിഖരങ്ങൾ പൊട്ടി വരും.